ഇവിടെ പുതിയതായിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഈ മെനുവിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ നമുക്ക് ഫുൾ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടും. ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഉള്ളത് അതൊരു പേജ് വൈസ് ഇവിടെ നമുക്ക് ഫുൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെ അഗേൻസ്റ്റായിട്ട് ഇവിടെ കറണ്ട് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ പ്രൊഡക്റ്റിൽ തന്നെ കാണിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഓണിയൻ ലീവ്സ് ഇത് നമുക്ക് ആഡ് ചെയ്യണം. അത് അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഇപ്പം 100 കിലോ ആണ് അല്ല 100 കിലോ ആണ് വേണ്ടെങ്കിൽ 100 ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് അതിനകത്ത് കമൻറ്റോ വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ട്രാൻസാക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ലൈക്ക് റീസ്റ്റോക്ക് ചെയ്യുവാണോ ഡെലിവറി വന്നേക്കുന്നതാണോ എന്നുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഇവർ എന്തെങ്കിലും റിട്ടേൺ വല്ലതും ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുണ്ട്. നമ്മളായ ക്വാണ്ടിറ്റി അടിക്കുന്നു, സ്റ്റോക്ക് ആഡാക്കും. അപ്പോൾ നമുക്ക് ആ ഓണിയൻ ലീവ്സിന് ഇപ്പോൾ 100 കിലോ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നേരത്തെ സ്വീറ്റ് പൊട്ടറ്റോടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്നിട്ട് 2-3 ആപ്പിനകത്തോട്ട് 2-3 പ്രാവശ്യം ഞാനത് പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് ക്വാണ്ടിറ്റി കുറഞ്ഞു. അത് കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ 500 കിലോ ആദ്യം ആഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യത്തെയും സെയിൽ ആപ്പിൽ കൂടെ നടക്കുമ്പം അത് ഇവിടെ മൈനസായി കാണിക്കും, ഡിഡക്റ്റായിട്ട്. അതിന് നമുക്ക് ഡേറ്റ് വൈസ് വെച്ച് ഒത്തിരി ലിസ്റ്റായി കഴിയുമ്പോൾ ഡേറ്റ് വൈസ് വെച്ച് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഡേറ്റ് കൊടുത്തിട്ട് ഇവിടെ അപ്ലൈ ഫിൽറ്റർ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ പ്രിൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഏതൊക്കെ ഡേറ്റിലാണ് നമ്മൾ ആഡ് ചെയ്തത്, സ്റ്റോക്ക് അഡീഷൻ ആണോ, ഡിഡക്റ്റ് ആയ ഏത് ഓർഡറിൽ നിന്നാണ് ഇത് പോയേക്കുന്നത്, ഡിഡക്റ്റ് അയക്കുന്നത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുള്ളൂ. പ്രിൻ്റ് വേണമെങ്കിലും അടിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തിരിക്കുന്നത് ഈ ഓർഡേഴ്സിനകത്ത് ഇപ്പം നമുക്ക് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഇതിനല്ല വേറെ ഡീറ്റെയിൽസ് ഉള്ള അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓർഡറിൻ്റെ ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്. ആരാണ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത്, ആ യൂസർ തന്നെ ഓർഡർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, പിന്നെ ആരത് ക്യാൻസൽ ചെയ്തു, ഡ്രൈവർ അത് ക്യാൻസൽ ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും ഉണ്ട്. ഏത് യൂസറാണ് ഏത് ഡേറ്റിലാണെന്നുള്ള ആ ഒരു ഓർഡറിൻ്റെയും പേയ്മെൻറ്റിൻ്റെയും ഒക്കെ ഹിസ്റ്ററിയും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റോക്കും ആഡ് ചെയ്തിട്ടുണ്ട്.